നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചൂടുപിടിച്ച തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗം. സ്ഥാനാർത്ഥികളുടെ പര്യടനം തുടരുന്നു. കൺവെൻഷനുകളും സജീവം. സർവേ റിപ്പോർട്ട് മാനിപ്പുലേറ്റഡ് ആണെന്ന് തൃശൂരിലെ UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ. കലാമണ്ഡലം സത്യഭാമയെപ്പോലെയുള്ള കലാകാരിയുടെ മനസ്സ് വികൃതമെന്നും മുരളീധരൻ. ചൂണ്ടലിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച പഴകിയ മാംസം പിടിച്ചെടുത്ത സ്ഥാപനം പൂട്ടി പഞ്ചായത്ത് അധികൃതർ സീൽ ചെയ്തു. ചൂണ്ടൽ ഗുരുവായൂർ റോഡിൽ ബസ് സ്റ്റോപ്പിന് സമീപം പ്രവർത്തിച്ചിരുന്ന ഹലാൽ മീറ്റ് സെന്റർ എന്ന സ്ഥാപനമാണ് പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വിഭാഗവും കുന്നംകുളം പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയെ തുടർന്ന് പൂട്ടി സീൽ ചെയ്തത്. ഇന്നോവ കാറിൽ കടത്തുകയായിരുന്ന 10 കിലോ കഞ്ചാവുമായി 6 പേർ പെരുമ്പടപ്പ് പോലീസിന്റെ പിടിയിലായി. അറസ്റ്റിലായവരെല്ലാം പെരുമ്പടപ്പ് അയിരൂർ സ്വദേശികൾ. വിശാഖപട്ടണത്ത് നിന്ന് പാലപ്പെട്ടി ഭാഗത്തേക്ക് വിതരണത്തിനായി കൊണ്ടുവന്ന കഞ്ചാവാണ് അന്വേഷണ സംഘം പിടികൂടിയത്. യേശുദേവൻ ജെറൂസലേം പ്രവേശനത്തിന്റെ അനുസ്മരിച്ച് ക്രൈസ്തവർ ഓശാന ആചരണത്തിനൊരുങ്ങി. ഓശാനയോടെ വലിയ നോമ്പിലെ വിശുദ്ധവാരത്തിലേക്ക് വിശ്വാസി സമൂഹം പ്രവേശിക്കും. ലാസറിനെ ഉയിർപ്പിച്ച ദിവസത്തെ അനുസ്മരിച്ച് ക്രൈസ്തവ കുടുംബങ്ങളിൽ കൊഴിക്കൊട്ട ശനി ആചരിച്ചു. അംഗപരിമിതിയുള്ള പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ സംഭവത്തിൽ പ്രതിക്കെതിരെ ട്രിപ്പിൾ ജീവപര്യന്തവും 10 വർഷം കഠിന തടവും 3,40,40,000 രൂപ പിഴയും ശിക്ഷ. കൈപ്രമ്പ് സ്വദേശി കോട്ടയിൽ വീട്ടിൽ 57 വയസ്സുള്ള പ്രേമനെയാണ് കോടതി ശിക്ഷിച്ചത്. വാർത്തകൾ വിശദമായി. ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകൾ. RLV രാമകൃഷ്ണനെതിരായ സത്യഭാമയുടെ പരാമർശം തന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് തൃശൂരിലെ UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ. മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കേരളത്തിൽ ഇങ്ങനത്തെ മനസ്സുള്ളവരുണ്ടോ? സത്യഭാമയെ പോലുള്ള ഒരു കലാകാരിയുടെ മനസ്സ് ഇത്ര വികൃതമാണ് എന്ന് ഇപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ ഇങ്ങനെ വികൃതമായിട്ടുള്ള മനസ്സ് കേരളത്തിൽ ഒരിക്കലും വിലപ്പോവില്ല എന്ന് തെളിയിക്കാൻ നമുക്ക് കഴിയണം. അതിനെല്ലാവരും ഒറ്റക്കെട്ടായി ഇതുപോലുള്ള വംശീയ പരാമർശങ്ങളെ ശക്തമായിട്ട് എതിർത്ത് തോൽപ്പിക്കേണ്ടതാണ്. ഇതിൽ ഒരു സംഘപരിവാറിൻ്റെ അജണ്ട ഇതിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അല്ലാതെ കുടുംബക്ഷേത്രത്തിൽ നൃത്തത്തിന് ക്ഷണിച്ചത് കൊണ്ടൊന്നും BJPയുടെ ഈ പാവക്കറ കളയാൻ കഴിയില്ല. ഇന്ന് ഉല്ലൂർ നിയോജകമണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളാണ്. അത് വളരെ തെറ്റായിട്ടുള്ള സമീപനമാണ് ED സ്വീകരിക്കുന്നത്. ഒരു പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന നേരത്താണ് ഇങ്ങനെ ഒരു അറസ്റ്റ്. ഇത് രാഷ്ട്രീയ പ്രേരിതം തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു സംശയവും. കേരളത്തിൽ ഇത്തരം മനസ്ഥിതി ഉള്ളവരുണ്ടോ? സത്യഭാമയെപ്പോലെയുള്ള ഒരു കലാകാരിയുടെ മനസ്സ് ഇത്രയും വികൃതമാണെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. ഇത്തരം മനസ്സ് കേരളത്തിൽ വിലപ്പോകില്ല. ഇത്തരം വംശീയ പരാമർശങ്ങളെ എല്ലാവരും ഒറ്റക്കെട്ടായി എതിർക്കണം. ഇതിലൊക്കെ സംഘപരിവാർ അജണ്ട കാണാൻ കഴിയും. കുടുംബക്ഷേത്രത്തിലെ നൃത്തത്തിന് ക്ഷണിച്ചതുകൊണ്ടൊന്നും ഇതിന്റെ പാപക്കറ കഴുകിക്കളയാൻ കഴിയില്ല. തൃശൂരിൽ പ്രചരണത്തിനിറങ്ങുമ്പോൾ എല്ലാവരിൽ നിന്നും നല്ല പ്രതികരണവും പിന്തുണയുമാണ് ലഭിക്കുന്നത്. ചിലർ സർവേയുമായി ഇറങ്ങിയത് ആരും മുഖവിലക്കെടുക്കാൻ പോകുന്നില്ല. ഇത് മാനിപ്പുലേറ്റഡ് ആണ്. വടകരയിൽ P. ജയരാജൻ വിജയിക്കുമെന്ന് കഴിഞ്ഞ തവണ പറഞ്ഞവരാണ് ഇപ്പോൾ സർവേയുമായി ഇറങ്ങിയിരിക്കുന്നത്. ഇങ്ങനെ ചില ഗിമ്മിക്കുകൾ കാണിക്കുന്നുണ്ട്. ഇതൊന്നും ആരും മുഖവിലക്കെടുക്കില്ല. ഇതുകൊണ്ട് UDF പ്രവർത്തകരുടെ മനോവീര്യം തകരില്ല. തൃശൂർ ഉൾപ്പെടെ 20-ൽ 20ഉം UDF ജയിക്കും. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ കേജ്രിവാളിനെതിരെ നടപടി സ്വീകരിക്കുന്നത് തെറ്റായ സമീപനമാണ്. ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്. ഇതിനെതിരെ ശക്തമായ സമരത്തിനിറങ്ങും. കേരളത്തിലെ BJPയുടെ പതിപ്പാണ് പിണറായി വിജയൻ. ഒരു യോഗത്തിൽ പോലും മോദിയെക്കുറിച്ച് ഒരക്ഷരം പിണറായി മിണ്ടാറില്ലെന്ന് മുഖ്യമന്ത്രിക്കെതിരെയും രൂക്ഷ വിമർശനവും മുരളീധരൻ ഉന്നയിച്ചു. രാഹുൽ ഗാന്ധിയെ മാത്രമാണ് വിമർശിക്കാറുള്ളത്. സംഘപരിവാർ മനസ്സുള്ള മുഖ്യമന്ത്രിയാണ് പിണറായി. രാജസ്ഥാനിൽ കോൺഗ്രസിന്റെ ഔദാര്യത്തിൽ മത്സരിക്കുന്ന പാർട്ടിയുടെ കേരളത്തിലെ ജൽപ്പനങ്ങൾ ആരും മുഖവിലക്കെടുക്കില്ല. അത്രയ്ക്ക് കോൺഗ്രസ് വിരോധം പിണറായിക്കുണ്ടെങ്കിൽ കോൺഗ്രസ് പിന്തുണയോടെയുള്ള മത്സരം വേണ്ട എന്ന് പറയാനുള്ള ചങ്കൂറ്റം കാണിക്കണം. അല്ലാതെ ഇവിടെ വന്ന് പിച്ചും പേയും പറയുകയല്ല വേണ്ടത് എന്നും മുരളീധരൻ പറഞ്ഞു. ഒരു യോഗത്തിൽ പോലും മോഡിയെക്കുറിച്ചൊന്നും പറയുന്നില്ല. രാഹുൽ ഗാന്ധിയെ മാത്രം വിമർശിക്കുന്ന ഈ സംഘപരിവാർ മനസ്സിലുള്ള മുഖ്യമന്ത്രി, അദ്ദേഹം പോളിറ്റ് ബ്യൂറോ അംഗമാണല്ലോ. രാജസ്ഥാനിൽ കോൺഗ്രസിൻ്റെ ഔദാര്യത്തിൽ മത്സരിക്കുന്ന പാർട്ടിയുടെ കേരളത്തിലെ ജൽപ്പനങ്ങൾ ആരും മുഖവിലേക്ക് എടുക്കില്ല.
അത്രയ്ക്ക് കോൺഗ്രസ് വിരോധം അദ്ദേഹത്തിനുണ്ടെങ്കിൽ കോൺഗ്രസ് പിന്തുണയോടുകൂടിയുള്ള മത്സരം വേണ്ട എന്ന് പറയാനുള്ള ചങ്കൂറ്റ് അദ്ദേഹം കാണിക്കാം. കോൺഗ്രസിൻ്റെ ഔദാര്യത്തിലാണ് രാജസ്ഥാനിൽ മത്സരിക്കുന്നത്. അവരാണ് ഇവിടെ വന്ന് പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. CCTV ന്യൂസ് കേച്ചേരി. ഇടതുപക്ഷത്തിന് അനുകൂലമായ പ്രതികരണമാണ് വോട്ടർമാരിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ആലത്തൂർ മണ്ഡലത്തിലെ ലോക്സഭാ സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ. പ്രചരണത്തിനിടെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. 7 മണ്ഡലങ്ങളിലും 3 തവണ വീതം പര്യടനം നടത്തി കഴിഞ്ഞപ്പോൾ കേന്ദ്രത്തിന്റെ ജനവിരുദ്ധ ഭരണത്തിനെതിരെയുള്ള വ്യക്തമായ പ്രതികരണമാണ് വോട്ടർമാരിൽ നിന്ന് ലഭിക്കുന്നതെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു. വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥന നടത്തുന്നതിനായി കടവല്ലൂർ പഞ്ചായത്തിലെ വട്ടമാവിൽ എത്തിയ സ്ഥാനാർത്ഥിയെ കുറുമ്പച്ചേടത്തി പൊന്നാടയണിയിച്ച് സ്വീകരിച്ചു. തുടർന്ന് ദാസൻ വട്ടമാവ്, KC കുമാരൻ, PA ശശി, വിനു, വേലായുധൻ എന്നിവരും ഹാരാർപ്പണം നടത്തി. പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തിയ സ്ഥാനാർത്ഥിക്കൊപ്പം CPIM ജില്ലാ കമ്മിറ്റി അംഗം M ബാലാജി, CPIM ഏരിയ സെക്രട്ടറി MN സത്യൻ, മണ്ഡലം ചെയർമാൻ KT ഷാജൻ, PI രാജേന്ദ്രൻ, K കൊച്ചനിയൻ, KE സുധീർ, അജിത് കുമാർ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. ആലത്തൂരിൽ പിന്നെ 7 അസംബ്ലി മണ്ഡലങ്ങളിലും ഒരു 3 പ്രാവശ്യമെങ്കിലും പര്യടനം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. വലിയ രീതിയിലുള്ള അനുകൂലമായിട്ടുള്ള പ്രതികരണമാണ് എല്ലാ മേഖലയിലും നടത്തുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ പ്രവർത്തകർ വലിയ ആവേശകരമായിട്ട് പ്രവർത്തനം നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷ മുന്നണി എതിർത്തിരുന്ന ആളുകളടക്കം ഈ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയും കാണാൻ കഴിയുന്നുണ്ട്. പൊതുവേ രാഷ്ട്രീയ അന്തരീക്ഷവും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് അനുകൂലമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടതുപക്ഷ മതനിരപേക്ഷ ശക്തികൾക്ക് പ്രാധാന്യമുണ്ടാകുന്ന ഒരു പാർലമെൻറ്റ് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതനുസരിച്ചുകൊണ്ട് തന്നെ ആലത്തൂർ ജനതയും പ്രതികരിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയാണുള്ളത്. ആലത്തൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ എരുമപ്പെട്ടി പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി. ചിറ്റണ്ട, മങ്ങാട്, മുരിങ്ങത്തേരി, കുട്ടഞ്ചേരി സെന്ററുകളിലും നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രം, എരുമപ്പെട്ടി ഖാദി കേന്ദ്രം എന്നിവിടങ്ങളിലുമാണ് സന്ദർശനം നടത്തി വോട്ടഭ്യർത്ഥന നടത്തിയത്. മങ്ങാട് സെന്ററിൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. LDF നേതാക്കളായ KM അഷ്റഫ്, PT ദേവസി, TK മനോജ് കുമാർ, UK മണി, OB സുബ്രഹ്മണ്യൻ, ദിവ്യ മനോജ്, കുഞ്ഞുമോൻ കരിയന്നൂർ, NB ബിജു, KV ശങ്കരനാരായണൻ എന്നിവർ സന്നിഹിതരായി. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ ക്ഷേത്ര ഉപദേശക സമിതിയും ജീവനക്കാരും ചേർന്ന് സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു. സമിതി പ്രസിഡന്റ് കലാമണ്ഡലം നാരായണൻ നായർ, സെക്രട്ടറി NK ഗോപാലൻ, വൈസ് പ്രസിഡന്റ് TK ശിവൻ, ട്രഷറർ KS ഗോപിനാഥൻ, CDEO യൂണിറ്റ് സെക്രട്ടറി NK സുഭാഷ്, PC അബാൽമണി, നന്ദു വാര്യർ, കൃഷ്ണൻകുട്ടി, KV രമേശ് എന്നിവർ പങ്കെടുത്തു. AC മൊയ്തീൻ MLA, ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഡോക്ടർ KD ബാഹുലയൻ, എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ, MN സത്യൻ തുടങ്ങിയവരും സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. CCTV ന്യൂസ് എരുമപ്പെട്ടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന ഐക്യമുന്നണി സ്ഥാനാർത്ഥി K മുരളീധരന്റെ വിജയത്തിനായുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുന്നതിനായി UDF ചാവക്കാട് മണ്ഡലം കൺവെൻഷൻ നടന്നു. വ്യാപാര ഭവനിൽ നടന്ന കൺവെൻഷൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. UDF ചെയർമാൻ ഫൈസൽ കാനംപുള്ളി അധ്യക്ഷത വഹിച്ചു. O അബ്ദുറഹ്മാൻ കുട്ടി, KD വീരമണി, അരവിന്ദൻ പല്ലത്ത്, KV ഷാനവാസ്, KV സത്താർ, TJ ജോസ്, PV ബദ്രുദ്ദീൻ, രേണുക ശങ്കർ, ബേബി ഫ്രാൻസിസ്, ഹിമ മനോജ്, ഷാഹുൽ ഹമീദ്, ബാലകൃഷ്ണൻ, ഉമ്മർ കുഞ്ഞി, ഹാരിഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഫൈസൽ കാനംപുള്ളി ചെയർമാനായും KV യൂസഫ് അലി വർക്കിംഗ് ചെയർമാനായും KV സത്താർ ജനറൽ കൺവീനറുമായും അനീഷ് പാലയൂർ ട്രഷററായും 50 അംഗ കമ്മിറ്റി രൂപീകരിച്ചു. ആലത്തൂരിലെ LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണൻ പന്നിത്തടം സെന്ററിൽ പര്യടനം നടത്തി. MLA AC മൊയ്തീൻ, LDF കുന്നംകുളം മണ്ഡലം സെക്രട്ടറി MN സത്യൻ, LDF ആലത്തൂർ മണ്ഡലം കമ്മിറ്റി അംഗം KD ബാഹുലയൻ മാസ്റ്റർ, മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ, LDF നേതാക്കൾ, പ്രവർത്തകർ എന്നിവർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണൻ കടങ്ങോട് മേഖലയിൽ പര്യടനം നടത്തി. മില്ല് സെന്ററിലെത്തിയ സ്ഥാനാർത്ഥിയെ MT വേലായുധൻ മാസ്റ്റർ ഷോൾ അണിയിച്ചു. CPIM ഏരിയ സെക്രട്ടറി PS പ്രസാദ്, ലോക്കൽ സെക്രട്ടറി UV ഗിരീഷ്, CPI ലോക്കൽ സെക്രട്ടറി TP ജോസഫ്, വെള്ളറക്കാട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് CM അബ്ദുൾ നാസർ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ രമണി രാജൻ, മെമ്പർമാരായ CV സുഭാഷ്, രമ്യ ഷാജി, ബീന രമേശ്, നേതാക്കളായ AM മുഹമ്മദ് കുട്ടി, ജോൺസൺ മാസ്റ്റർ, PE ബാബു തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. M ബാലാജി, KD ബാഹുലയൻ മാസ്റ്റർ, MN സത്യൻ, KM അഷ്റഫ്, ജലീൽ ആദൂർ എന്നിവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. മറ്റു വാർത്തകളിലേക്ക്. ചൂണ്ടലിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച പഴകിയ മാംസം പിടിച്ചെടുത്ത സ്ഥാപനം പൂട്ടി പഞ്ചായത്ത് അധികൃതർ സീൽ ചെയ്തു. ചൂണ്ടൽ ഗുരുവായൂർ റോഡിൽ ബസ് സ്റ്റോപ്പിന് സമീപം പ്രവർത്തിച്ചിരുന്ന ഹലാൽ മീറ്റ് സെന്റർ എന്ന സ്ഥാപനമാണ് പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വിഭാഗവും കുന്നംകുളം പോലീസും
സംയുക്തമായി നടത്തിയ പരിശോധനയെ തുടർന്ന് പൂട്ടി സീൽ ചെയ്തത്. സ്ഥാപനത്തിൽ സ്ഥിരമായി പഴകിയ ഇറച്ചി വിൽപ്പന നടത്തുന്നതായുള്ള പരാതികളെ തുടർന്നാണ് ചൂണ്ടൽ പഞ്ചായത്ത് സെക്രട്ടറി KE ഉണ്ണിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരും കുന്നംകുളം സബ് ഇൻസ്പെക്ടർ AA ബെന്നി, ഹെൽത്ത് ഇൻസ്പെക്ടർ മേരി ജിഷയുടെ നേതൃത്വത്തിലുള്ള ആരോഗ്യ വിഭാഗവും സംയുക്തമായി പരിശോധന നടത്തിയത്. കഴിഞ്ഞ 2 ദിവസമായി ഇവിടെ നിന്നുള്ള ദുർഗന്ധം രൂക്ഷമായിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ പരിശോധനയിൽ പഴകിയ ഇറച്ചി കണ്ടെത്തി. പഞ്ചായത്തിൽ നിന്നുള്ള ലൈസൻസോ മറ്റ് രേഖകളോ ഇല്ലാതെയാണ് കഴിഞ്ഞ 3 വർഷത്തിലേറെയായി പ്രവർത്തിച്ചിരുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികളാണ് കൂടുതലായും ഇവിടെ നിന്ന് മാംസം വാങ്ങിയിരുന്നത്. ഇവർക്കാണ് പഴകിയ മാംസം വിൽപ്പന നടത്തിയിരുന്നത് എന്നാണ് കരുതുന്നത്. ശനിയാഴ്ച രാവിലെ 11:30 പരിശോധനയ്ക്കെത്തിയ സംഘം സ്ഥാപനത്തിലുണ്ടായിരുന്ന സാധന സാമഗ്രികളും മാംസവും മാറ്റിയ ശേഷം സ്ഥാപനം താഴിട്ടുപൂട്ടി സീൽ വയ്ക്കുകയായിരുന്നു. പരാതിയെ തുടർന്നാണ് സ്ഥാപനത്തിൽ പരിശോധന നടത്തിയതെന്നും പരിശോധനയിൽ പഴകിയ മാംസവും നിരോധിത പ്ലാസ്റ്റിക്കും പിടിച്ചെടുത്തതായി പഞ്ചായത്ത് സെക്രട്ടറി KE ഉണ്ണി പറഞ്ഞു. ഇവിടെ പഴകിയ ഇറച്ചി വിൽക്കുന്ന വ്യാപകമായ പരാതി ഉണ്ടായിരുന്നു. നമ്മളുടെ ഹെൽത്ത് ഇൻസ്പെക്ടർ ആൻഡ് ടീം വന്ന് പരിശോധിച്ചിട്ട് ഇവിടെ പഴകിയ ഇറച്ചി പിടിച്ചെടുക്കുകയും അത് ഫുഡ് ഇൻസ്പെക്ടർക്ക് കൈമാറുകയും ചെയ്തു. അത് പഴകിയതാണെന്ന് തെളിഞ്ഞതിനെ സംബന്ധിച്ച് ഇവർക്ക് നോട്ടീസ് കൊടുത്തു. നോട്ടീസ് കൊടുത്തിട്ട് ഇവരുടെ യാതൊരു തരത്തിലുള്ള പ്രതികരണം ഉണ്ടായില്ല. ഈ കട ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിച്ചു വരുന്നത്. ഈ കെട്ടിടത്തിന് തന്നെ നമ്പർ ഉണ്ടോ എന്ന് സംശയമാണ്. അനധികൃതമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇവർക്ക് ലൈസൻസ് ഹാജരാക്കാനും ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് കൊടുത്തിരുന്നു. അതിന് റെസ്പോണ്ട് ചെയ്തില്ല അവർ. അതുകൂടാതെ അതിനുശേഷം 23-ാം തീയതി ഇന്ന് 11 മണിക്ക് ഈ കട സീൽ ചെയ്യുന്നതാണെന്ന് അവരെ അറിയിച്ചിരുന്നു. അതിനും യാതൊരുവിധ റെസ്പോൺസും ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഈ അനധികൃതമായി പ്രവർത്തിക്കുന്ന ഇറച്ചിക്കട പൂട്ടിയത്. അനധികൃതമായ കെട്ടിടത്തിൽ ലൈസൻസ് ഇല്ലാതെയാണ് സ്ഥാപനം പ്രവർത്തിച്ചിരുന്നതെന്നും സെക്രട്ടറി വ്യക്തമാക്കി. സജീവൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം നടത്തിയിരുന്ന കെട്ടിടമെന്ന് പറയുന്നു. ചൂണ്ടൽ സ്വദേശി ജോയി എന്നയാളാണ് മാംസവ്യാപാരം നടത്തുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിലും പഞ്ചായത്തിൽ ഇത് സംബന്ധിച്ച് യാതൊരു രേഖകളുമില്ല. ഒരാഴ്ച മുൻപ് ചിറനെല്ലൂർ കൂമ്പുഴ പാലത്തിനടിയിൽ ചത്ത പശുക്കുട്ടിയുടെ ജഡാവശിഷ്ടം കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്ന് മാംസവിൽപ്പനശാലകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന കർശനമാക്കിയിരിക്കുകയാണ് ചൂണ്ടൽ പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വിഭാഗവും. ചൂണ്ടൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, ഹെഡ് ക്ലർക്ക് G ശാന്തി, ക്ലർക്ക് CS ആര്യ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അജിത് S കണ്ണൻ തുടങ്ങിയവരും പരിശോധനാ സംഘത്തിലുണ്ടായിരുന്നു. CCTV ന്യൂസ് കേച്ചേരി. ഇന്നോവ കാറിൽ കടത്തുകയായിരുന്ന 10 കിലോ കഞ്ചാവുമായി 6 പേർ പെരുമ്പടപ്പ് പോലീസിന്റെ പിടിയിലായി. പെരുമ്പടപ്പ് ഐരൂർ സ്വദേശികളായ പവിത്ത്, സാലിഹ്, ഷെഫീഖ്, ഷെബീർ, സലിം, സുമേഷ് എന്നിവരാണ് പിടിയിലായത്. രഹസ്യവിവരത്തെ തുടർന്ന് മലപ്പുറം SP-ക്ക് കീഴിലെ സ്പെഷ്യൽ സ്ക്വാഡിന്റെയും പെരുമ്പടപ്പ് പോലീസിന്റെയും സംയുക്ത പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. വെളിയങ്കോട് പഴഞ്ഞിയിൽ നിന്ന് കാറിൽ കൊണ്ടുവരുന്നതിനിടെയാണ് ഇവർ പോലീസ് പിടിയിലായത്. ബാഗിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. വിശാഖപട്ടണത്ത് നിന്ന് പാലപ്പെട്ടി ഭാഗത്തേക്ക് വിതരണത്തിനായി കൊണ്ടുവന്ന കഞ്ചാവാണ് അന്വേഷണ സംഘം പിടിച്ചെടുത്തത്. അംഗപരിമിതിയുള്ള പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ സംഭവത്തിൽ പ്രതിക്കെതിരെ ട്രിപ്പിൾ ജീവപര്യന്തവും 10 വർഷം കഠിന തടവും 3,40,000 രൂപ പിഴയും ശിക്ഷ. കൈപ്രമ്പ് സ്വദേശി കോട്ടയിൽ വീട്ടിൽ 57 വയസ്സുള്ള പ്രേമനെയാണ് കുന്നംകുളം അതിവേഗ പ്രത്യേക പോക്സോ കോടതി ജഡ്ജ് S ലിഷ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത്. 2019 കേസിന് ആസ്പദമായ സംഭവം. ബന്ധുവീട്ടിൽ വെച്ചും കുട്ടിയുടെ വീട്ടിൽ വെച്ചും പ്രതി കുട്ടിയെ ബലാത്സംഗത്തിനിരയാക്കിയതായി പരാതിയിൽ പറയുന്നു. 2022 പ്രതി വീണ്ടും കുട്ടിയെ ബലാത്സംഗം ചെയ്തതിനെതിരെ മറ്റൊരു കേസും പ്രതിക്കെതിരെ നിലവിലുണ്ട്. വീട്ടുകാർ വഴക്കു പറഞ്ഞതിനെ തുടർന്നാണ് കുട്ടി വീട്ടുകാരോട് സംഭവം പറഞ്ഞത്. തുടർന്ന് പേരാമംഗലം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. പിഴ സംഖ്യയിൽ 3 ലക്ഷം രൂപ അതിജീവിതയ്ക്ക് നൽകാനും കോടതി വിധിച്ചിട്ടുണ്ട്. പേരാമംഗലം സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർമാരായ V അശോക് കുമാർ, ബാബു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷൈജ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത് അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ 15 സാക്ഷികളെ വിസ്തരിക്കുകയും നിരവധി രേഖകളും തെളിവുകളും പരിശോധിച്ചാണ് കോടതി വിധി പ്രസ്താവിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ KS ബിനോയും പ്രോസിക്യൂഷനെ സഹായിക്കുന്നതിനായി അഭിഭാഷകരായ രഞ്ജിക K ചന്ദ്രൻ, അശ്വതി, പേരാമംഗലം പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ PT ഷാജു, കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ അഡീഷണൽ സബ് ഇൻസ്പെക്ടർ ഗീത എന്നിവരും പ്രവർത്തിച്ചു. CCTV ന്യൂസ് കുന്നംകുളം. ചരിത്രപ്രസിദ്ധമായ കേച്ചേരി പറപ്പൂക്കാവ് പൂര മഹോത്സവത്തിന് ഞായറാഴ്ച കൊടിയേറുമെന്നും തുടർന്ന് മാർച്ച് 31 ഞായറാഴ്ച വരെ ഭക്തി നിർഭരമായ ചടങ്ങുകളോടും വൈവിധ്യമാർന്ന കലാപരിപാടികളോടും കൂടി പൂരം ആഘോഷിക്കുമെന്നും ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് കേച്ചേരി പുഴയോരത്ത് നിന്ന് ധ്വജം എഴുന്നള്ളിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ആരംഭിക്കും. 6 മണിക്ക് ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതോടെ ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളോടെ കൊടിയേറ്റ കർമ്മം നടക്കും. തുടർന്ന് ദീപാരാധന, അത്താഴപൂജ, ശീവേലി എന്നിവയ്ക്ക് ശേഷം ആണ്ടപ്പറമ്പ് കലാസമിതി, ധുനി കലാവേദി തായങ്കാവ്, മാർഗി നൃത്ത കലാക്ഷേത്രം കൈപ്പറമ്പ്, ചാമ്പ്യൻസ് അക്കാദമി പാറന്നൂർ, ശ്രീരുദ്ര യുവജന സമാജം ആളൂർ എന്നിവർ അവതരിപ്പിക്കുന്ന നൃത്തസന്ധ്യ ഉണ്ടാകും. പൂരദിവസമായ മാർച്ച് 30 വോൾക്കാനോ ക്ലബ്ബ് പറപ്പൂക്കാവിന്റെ ആഭിമുഖ്യത്തിൽ കലാമണ്ഡലം ആദിത്യനും സംഘവും അവതരിപ്പിക്കുന്ന കഥകളി ഉണ്ടാകും. വേല ദിവസമായ മാർച്ച് 29 തട്ടകദേശങ്ങളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന വേല തെയ്യക്കാഴ്ചകൾ വൈകിട്ട് 5 മണി മുതൽ 8 മണി വരെ ക്ഷേത്ര മൈതാനിയിൽ ആഘോഷപൂർവ്വം ആടിത്തിമിർക്കും. തുടർന്ന് ക്ഷേത്രാചാരത്തിന്റെ ഭാഗമായി വർഷങ്ങളായി നടന്നുവരുന്ന ഭഗവതിക്ക് മുഴുവൻ കളംപാട്ട് ചടങ്ങ് നടക്കും. പൂരദിവസമായ മാർച്ച് 30 രാവിലെ വിശേഷാൽ പൂജകൾ, ശീവേലി, പറയെടുപ്പ് എന്നിവ നടക്കും. തുടർന്ന് ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ പ്രസാദ ഊട്ട് ഉണ്ടാകും. തുടർന്ന് കാവടിയാട്ട ശേഷം ഉച്ചയ്ക്ക് 2:30 ദേവസ്വം പൂരം എഴുന്നള്ളിക്കും. ക്ഷേത്ര നടപ്പുരയിൽ പ്രശസ്ത കലാകാരന്മാരായ കല്ലേക്കുളങ്ങര കൃഷ്ണവാര്യർ, വൈക്കം ചന്ദ്രൻ എന്നിവരുടെ പ്രമാണത്തിൽ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ഗജവീരൻ പാറന്നൂർ നന്ദൻ ഭഗവതിയുടെ തിടമ്പേറ്റും. വൈകിട്ട് 5 മണി മുതൽ പ്രാദേശിക പൂരങ്ങൾ ക്ഷേത്ര മൈതാനിയിൽ എത്തിത്തുടങ്ങും. 6 മണിക്ക് 80-ൽ പരം കലാകാരന്മാർ പങ്കെടുക്കുന്ന അതിഗംഭീര പാണ്ടിമേളം ആരംഭിക്കും. മേളരത്നം വെള്ളിത്തിരുത്തി ഉണ്ണിനായർ പ്രമാണിത്വം വഹിക്കും. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 18 ദേശങ്ങളിൽ നിന്നായി 46 ഗജവീരന്മാർ അണിനിരക്കും. കൂട്ടിയെഴുന്നള്ളിപ്പ് വൈകിട്ട് 7:30 സമാപിക്കും. തുടർന്ന് ദേവിയുടെ ഇഷ്ടസന്താനങ്ങളായ പണിമക്കളുടെ പാരമ്പര്യ അനുഷ്ഠാന കലകൾ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരും. പിന്നീട് കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, അത്താഴപൂജ, പറയെടുപ്പ്, ശീവേലി, കഥകളി, കാവടി വരവ് എന്നിവ ഉണ്ടാകും. മാർച്ച് 31 പൂരം ആവർത്തിക്കും. രാവിലെ 7 മണിക്ക് മകരച്ചൊവ്വ ദിനം മുതൽ കൂറയിട്ട് ആരംഭിച്ച കളംപാട്ട് സമാപിക്കും. തുടർന്ന് കൊടിയിറക്കി അന്നേ ദിവസം രാത്രി വലിയ ഗുരുതി സമർപ്പണത്തോടെ പൂരമഹോത്സവത്തിന് സമാപനമാകും. വാർത്താസമ്മേളനത്തിൽ ദേവസ്വം പ്രസിഡന്റ് PG അജികൻ, വൈസ് പ്രസിഡന്റ് KA ബാലൻ, സെക്രട്ടറി UB ജയൻ, ട്രഷറർ KG ഗോപിനാഥൻ തുടങ്ങിയവർ പങ്കെടുത്തു. CCTV ന്യൂസ് കുന്നംകുളം. യേശുദേവന്റെ ജെറൂസലേം പ്രവേശനത്തിനെ അനുസ്മരിച്ച് ക്രൈസ്തവർ ഓശാന ആചരണത്തിനൊരുങ്ങി. ഓശാനയോടെ വലിയ നോമ്പിലെ വിശുദ്ധ വാരത്തിലേക്ക് വിശ്വാസി സമൂഹം പ്രവേശിക്കും. കഴുതപ്പുറത്തെറി ജെറുസലേം നഗരത്തിലേക്ക് പ്രവേശിച്ച ക്രിസ്തുവിനെ ഒലിവ് മരച്ചില്ലകൾ വീശി വരവേറ്റത്തിന്റെ ഓർമ്മ പുതുക്കിയാണ് ഓശാന ആചരിക്കുന്നത്. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരുത്തോല ആശീർവാദവും കുരുത്തോല പ്രദക്ഷിണവും നടക്കും. ക്രിസ്തുവിന്റെ ജെറുസലേം യാത്രയെ അനുസ്മരിച്ച് വാഴ്ത്തിയ കുരുത്തോലകളുമായി വിശ്വാസികൾ ദേവാലയങ്ങൾക്ക് ചുറ്റുമുള്ള പ്രദക്ഷിണത്തോടെയാണ് ഓശാന ഞായറാഴ്ചയിലെ തിരുകർമ്മങ്ങൾ ആരംഭിക്കുക. പ്രദക്ഷിണമായി എത്തിയ ശേഷം ദേവാലയത്തിലെ പ്രധാന കവാടത്തിൽ 3 തവണ മുട്ടുകയും വാതിലുകളെ തല ഉയർത്തുവിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ എന്ന് വൈദികൻ പറഞ്ഞതിനു ശേഷമാണ് ദേവാലയത്തിലേക്ക് പ്രവേശിച്ച് തിരുകർമ്മങ്ങൾ ആരംഭിക്കുക. ഓശാന ഞായർ ആചരണത്തോടെ 50 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ നോമ്പാചരണത്തിലെ പ്രധാന ചടങ്ങുകളിലേക്ക് വിശ്വാസി സമൂഹം പ്രവേശിക്കും. ശിഷ്യരുടെ കാൽ കഴുകി അപ്പവും വീഞ്ഞും പങ്കുവച്ചുള്ള അന്ത്യ അത്താഴസ്മരണ പുതുക്കുന്ന പെസഹ വ്യാഴം, കൈകളിലും കാലുകളിലും ആണിപ്പാടുകളേറ്റുള്ള കുരിശുമരണ ദിനമായ ദുഃഖവെള്ളി, 3-ാം നാൾ കല്ലറയിൽ നിന്നുള്ള ഉയിർത്തെഴുന്നേൽപ്പിന്റെ ഈസ്റ്ററും വിശുദ്ധവാരത്തിലെ പ്രധാന ചടങ്ങുകളാണ്. ഉത്ഥിതനായി സ്വർഗാരോഹണം നടത്തിയതിന്റെ സ്മരണയിലുള്ള ഈസ്റ്റർ ആഘോഷത്തോടെ വിശുദ്ധവാരത്തിനും വലിയ നോമ്പാചരണത്തിനും സമാപനമാകും. CCTV ന്യൂസ്, കേച്ചേരി. ഓശാന ഞായറിന് പള്ളിയിലെത്തുന്ന വിശ്വാസികൾക്ക് വിതരണം ചെയ്യാനായി പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ 1600 കിലോ കടുമാങ്ങ തയ്യാറായി. പള്ളിയിലെ ആത്മീയ സംഘടനകളുടെ നേതൃത്വത്തിലാണ് കടുമാങ്ങ തയ്യാറാക്കിയത്. പള്ളിയിൽ ഓശാന ഞായറിന് ദേശക്കാരുടെ വകയാണ് കഞ്ഞി നൽകുന്നത്. 2500 മുതൽ 3000 കവറുകളിലായി കടുമാങ്ങ വിതരണം ചെയ്യും. വികാരി ഫാദർ ജോൺ ഐസക്, സഹവികാരി ഫാദർ ആന്റണി പൌലോസ്, സെക്രട്ടറി CJ സന്തോഷ്, സലിൻ സൈമൺ എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകി. ക്രൈസ്തവർ വലിയ നോമ്പിന്റെ ഭാഗമായി ലാസറിനെ ഉയിർപ്പിച്ച ദിവസത്തെ അനുസ്മരിച്ച് ക്രൈസ്തവ കുടുംബങ്ങളിൽ കൊഴുക്കൊട്ട ശനി ആചരിച്ചു. പെസഹയ്ക്ക് മുമ്പ് യേശു ഭക്ഷിച്ച വലിയ വിരുന്നായും കല്ലറയിൽ മരിച്ചു കിടന്നിരുന്ന ലാസറിനെ ഉയിർപ്പിച്ചതിന്റെ ഓർമ്മ പുതുക്കിയുമാണ് നോമ്പിന്റെ 41-ാം ദിവസം കൊഴുക്കട്ട ശനി ആചരിക്കുന്നത്. ലാസറിനെ ഉയിർപ്പിച്ചതിന്റെ സന്തോഷം അറിയിക്കുന്നതിനാണ് മധുരം നിറച്ച പലഹാരം ഉണ്ടാക്കുന്നതെന്നും പഴമക്കാർ പറയുന്നു. നനച്ച അരിമാവ് ഉപയോഗിച്ച് കല്ലറയുടെ ആകൃതിയിൽ കുഴച്ച് ചിരകിയ തേങ്ങ, പഞ്ചസാര, ശർക്കര എന്നിവ ചേർത്താണ് പലഹാരം ഉണ്ടാക്കുന്നത്.
ലോകമെമ്പാടുമുള്ള മലയാളികൾ വീടുകളിൽ ശനിയാഴ്ച കൊഴുക്കട്ട ഉണ്ടാക്കി ഭക്ഷിക്കുന്നത് ഒരു പരമ്പരാഗത ആചാരമാണ്. വലിയ നോമ്പ് ആരംഭിക്കുന്നതിന് മുമ്പുള്ള പെത്രേത്തോ ഞായറാഴ്ച കള്ളപ്പം, പാതിനോമ്പ് ദിവസം ഉണ്ടാക്കുന്ന ഇണ്ടേറിയപ്പം, പെസഹ ദിവസം പാൽക്കുറുക്ക് എന്നിവ കുന്നംകുളത്തുകാരുടെ ഇടയിൽ ഏറെ സവിശേഷതയാണ്. ശനിയാഴ്ച പള്ളികളിൽ വിശുദ്ധ കുർബാനയും ഉണ്ടായി. നാളെ ഓശാന ഞായർ ആചരിക്കും. CCTV ന്യൂസ് പെരുമ്പിലാവ്. പാറേമ്പാടം ബസ് സ്റ്റോപ്പിന് സമീപം കാറും മിനി ലോറിയും കൂട്ടിയിടിച്ച അപകടത്തിൽ മിനി ലോറി ഡ്രൈവർക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. കുന്നംകുളം ഭാഗത്തു നിന്നും എടപ്പാൾ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയിൽ എടപ്പാൾ ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇടിയുടെ ആഘാതത്തിൽ ഇരു വാഹനങ്ങളുടെയും മുൻവശം പൂർണ്ണമായും തകർന്നു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് എത്തി മേൽനടപടികൾ സ്വീകരിച്ചു. കുന്നംകുളത്ത് മദ്യലഹരിയിൽ സർവീസ് നടത്തിയ സ്വകാര്യ ബസ് ഡ്രൈവർമാരെ പോലീസ് പിടികൂടി. ബസ്സുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. മദ്യലഹരിയിൽ സർവീസ് നടത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സ്വകാര്യ ബസ് ഡ്രൈവർമാർക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുക്കുകയായിരുന്നു. സംഭവത്തിൽ 2 ബസ്സുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പാലക്കാട് ഗുരുവായൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ശ്രീകൃഷ്ണ ബസ്സും ലക്ഷ്മി ബസ്സുമാണ് പോലീസ് പിടികൂടിയത്. സംഭവത്തിൽ ഡ്രൈവർമാരായ പാലക്കാട് സ്വദേശി മുരളീകൃഷ്ണ, തൊഴിയൂർ സ്വദേശി വിഷ്ണു എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. സ്വകാര്യ ബസ്സുകളിലെയും KSRTC ബസ്സുകളിലെയും ഡ്രൈവർമാർ ലഹരി ഉപയോഗിച്ച് സർവീസ് നടത്തുന്നുവെന്ന് പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കുന്നംകുളം സബ് ഇൻസ്പെക്ടർ V. ജിഷിലിന്റെ നേതൃത്വത്തിൽ ശനിയാഴ്ച രാവിലെ പുതിയ ബസ് സ്റ്റാൻഡിൽ നടത്തിയ പരിശോധനയിലാണ് ഇരുവരും പിടിയിലായത്. ഡ്രൈവർമാർക്കെതിരെ കേസെടുത്ത പോലീസ് ഇരുവരെയും ജാമ്യത്തിൽ വിട്ടു. ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. വരും ദിവസങ്ങളിലും മേഖലയിൽ പരിശോധന ശക്തമാക്കുമെന്നാണ് പോലീസ് അറിയിപ്പ്. CCTV ന്യൂസ് കുന്നംകുളം. പ്ലാസ്റ്റിക് മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ വ്യാപാരിക്ക് പിഴ ചുമത്തി ചൂണ്ടൽ ആരോഗ്യ വിഭാഗം. ചൂണ്ടൽ പഞ്ചായത്തിലെ 16-ാം വാർഡ് തായങ്കാവിലെ ആര്യസ് മിനി മാർട്ട് എന്ന സ്ഥാപനത്തിന്റെ ഉടമ മാരാത്ത് സുരേഷ് കൃഷ്ണനെതിരായാണ് ആരോഗ്യ വിഭാഗം പിഴ ചുമത്തിയത്. കടയിൽ നിന്നുള്ള പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പൊതുനിരത്തിൽ തള്ളിയ സംഭവത്തിലാണ് സ്ഥാപന ഉടമ സുരേഷിനെതിരെ 5000 രൂപ പിഴയൊടുക്കാൻ ആരോഗ്യ വിഭാഗം നോട്ടീസ് നൽകിയത്. തിങ്കളാഴ്ച ഓഫീസിൽ നേരിട്ടെത്തി പിഴ അടയ്ക്കാനാണ് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. മാലിന്യ ശേഖരണത്തിനിടെ ഹരിതകർമ്മസേനാംഗങ്ങളുമായി സുരേഷ് വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടതായി പരാതി ലഭിച്ചിരുന്നു. ഇതേക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, സെക്രട്ടറി KE ഉണ്ണി, ഹെഡ് ക്ലർക്ക് G ശാന്തി, ക്ലർക്ക് CS ആര്യ, ഹെൽത്ത് ഇൻസ്പെക്ടർ മേരി ജിഷ എന്നിവരുടെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തിയപ്പോഴാണ് മാലിന്യങ്ങൾ അലക്ഷ്യമായി പൊതുനിരത്തിൽ വലിച്ചെറിഞ്ഞതായി ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്നാണ് പിഴയൊടുക്കാൻ ആരോഗ്യ വിഭാഗം നോട്ടീസ് നൽകിയത്. കുന്നംകുളം സബ് ഇൻസ്പെക്ടർ AA ബെന്നിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു. CCTV ന്യൂസ് ഇംപാക്ട്. റോഡരികിൽ പൊട്ടിയ പൈപ്പിന്റെ അറ്റകുറ്റപ്പണിക്കായി കുഴിച്ച കുഴി അടച്ചു. പഴഞ്ഞി വൺവേ ജംഗ്ഷന് സമീപം ചിറക്കൽ റോഡരികിലാണ് 1 മാസം മുൻപ് പൈപ്പ് പൊട്ടിയത്. റോഡിലൂടെ വെള്ളം ഒഴുകിയതോടെ വാട്ടർ അതോറിറ്റി അധികൃതർ അറ്റകുറ്റപ്പണിക്കായി കുഴിയെടുത്തു. എന്നാൽ പണി പൂർത്തിയാകാതെ ഇവർ സ്ഥലം വിട്ടതോടെ വെള്ളം പമ്പ് ചെയ്യുമ്പോഴെല്ലാം പാഴായി പോയിരുന്നു. വീടിന് സമീപത്ത് കുഴി എടുത്തതുമൂലം വീട്ടുടമസ്ഥർക്ക് പുറത്തിറങ്ങാനും തടസ്സമായി. ഇതേക്കുറിച്ച് CCTV വാർത്ത നൽകിയതോടെ അധികൃതർ മുൻകൈയെടുത്ത് പൈപ്പ് അറ്റകുറ്റപ്പണി നടത്തി കുഴി മൂടുകയായിരുന്നു. റിപ്പോർട്ട് കൊടുത്തപ്പോൾ പിറ്റേ ദിവസം തന്നെ ഞങ്ങളുടെ വെള്ളത്തിൻ്റെ ആ പൈപ്പ് പൊട്ടിയൊക്കെ അവരടച്ചു. അരിയന്നൂർ ഹരികന്യക ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ ഭാഗമായി കന്യകമാർക്ക് പ്രാധാന്യമുള്ള ചടങ്ങായ പൂരം ഗണപതി ആഘോഷത്തോടെ പുറത്തുപൂരത്തിന് സമാപ്തിയായി. ഞായറാഴ്ച രാത്രി ക്ഷേത്രത്തിൽ കൊടികയറുന്നതോടെ താന്ത്രിക ചടങ്ങുകൾക്ക് പ്രാധാന്യമുള്ള അകത്തുത്സവത്തിന് നാന്ദി കുറിക്കും. പൂരം നാളിൽ കന്യകമാർ ആചരിച്ചു വരുന്ന ഗണപതിക്കിടൽ എന്ന ചടങ്ങ് ഭഗവതിയും അനുഷ്ഠിക്കുന്നു എന്നാണ് സങ്കല്പം. സ്ത്രീകൾക്ക് മംഗല്യസിദ്ധിക്കും ദീർഘമംഗല്യത്തിനും അതിവിശേഷമായ വിശേഷാൽ അടനിവേദ്യവും രാവിലെ നടന്നു. ഇതിനാവശ്യമായ അരിപ്പൊടി സഹോദര സ്ഥാനത്തുള്ള കണ്ടാണശ്ശേരി മൂഴിക്കുളങ്ങര നരസിംഹ ക്ഷേത്രത്തിൽ നിന്ന് രാവിലെ കുത്തുവിളക്ക്, ശംഖ്, വലംതല വാദ്യത്തോടെ പിടിയാനപ്പുറത്ത് എഴുന്നള്ളി ഭഗവതി സ്വീകരിച്ചു. തിരിച്ചെത്തി ശാസ്താസമേതം ആറാട്ടെഴുന്നള്ളിപ്പ് നടന്നു. പിന്നീട് ക്ഷേത്രത്തിൽ അടനിവേദ്യമുണ്ടായി. നിരവധി ഭക്തജനങ്ങൾ നിവേദ്യപ്രസാദമായ അട സ്വീകരിക്കുവാനായി ക്ഷേത്രത്തിലെത്തിച്ചേർന്നിരുന്നു. വൈകിട്ട് ക്ഷേത്രത്തിൽ ശുദ്ധിച്ചടങ്ങുകൾ ആരംഭിച്ചു. ശനിയാഴ്ച വൈകിട്ടോടെ 7 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന കലാപരിപാടികൾക്കും സമാപനമായി. CCTV ന്യൂസ് കേച്ചേരി.
ഇരുവൃക്കകളും തകരാറിലായതിനെ തുടർന്ന് കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ചികിത്സാ സഹായം തേടുന്ന പരുവക്കുന്ന് സ്വദേശി അൻവറിനായി മഹല്ല് പള്ളിയിൽ നിന്നും സമാഹരിച്ച തുക കൈമാറി. മഹല്ല് സെക്രട്ടറി VK ഷെഫീഖിൽ നിന്നും സാന്ത്വനം പാലിയേറ്റീവ് സെക്രട്ടറി രാകേഷ് P. രാഘവൻ തുക ഏറ്റുവാങ്ങി. മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് CK സുലൈമാൻ അധ്യക്ഷത വഹിച്ചു. സാന്ത്വനം വൈസ് പ്രസിഡന്റ് MA കമറുദ്ദീൻ, മഹല്ല് ഖത്തീബ് അബ്ദുൽ റഹ്മാൻ ബാഘവി, C. ഹുസൈൻ എന്നിവർ പങ്കെടുത്തു. ഭാര്യയും വിദ്യാർത്ഥികളായ 2 മക്കളുമടങ്ങിയ അൻവറിന് ചികിത്സിക്കാൻ വരുമാനമില്ലാതെ കഷ്ടപ്പെടുകയാണ്. കോഴിക്കോട് ഇക്ര ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അൻവറിന് സഹോദരൻ വൃക്ക നൽകാമെന്നിരിക്കെയാണ്. ഇതിനായി 15 ലക്ഷത്തോളം രൂപ ചിലവ് വരും. സാന്ത്വനം പാലിയേറ്റീവ് സെന്ററിലെ സഹപ്രവർത്തകരുടെയും മറ്റും സഹായത്താലാണ് ഇതുവരെ ചികിത്സകൾ നടന്നത്. ഉദാരമതികൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം. അൻവറിനെയും കുടുംബത്തെയും 2 പിഞ്ചുമക്കള് വിദ്യാർത്ഥികളാണ്. അവരെയും ഭാര്യയെയും കുടുംബത്തെയും സംരക്ഷിക്കാൻ ആവശ്യമായ രീതിയിലേക്ക് വലിയ സഹായം സ്വമനസ്സുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. അൻവറിനെ ആരോഗ്യപരമായ രീതിയിലേക്ക് അത് മാറ്റി നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും എങ്ങനെയായിരുന്നോ ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത് ആ രീതിയിലേക്ക് ഈ പാലിയേറ്റീവിന്റെ ഒക്കെ സജീവ പ്രവർത്തകനായി അൻവറിനെ കൊണ്ടുവരാൻ. സഹോദരന്മാരെ, വളരെ പെട്ടെന്ന് കിഡ്നി മാറ്റിവെക്കണമെന്ന നിർദ്ദേശം അവരിൽ നിന്ന് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ജ്യേഷ്ഠൻ തന്നെ കിഡ്നി കൊടുക്കാമെന്ന തീരുമാനത്തിൽ വന്നതിന് ശേഷം അത് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയക്ക് വലിയ ഒരു സംഖ്യ 10 ലക്ഷത്തോളം രൂപ ചിലവ് വരുന്ന ഈ പദ്ധതിയിലേക്ക് പ്രിയപ്പെട്ട എല്ലാ സഹോദരന്മാരും ആത്മാർത്ഥമായി റമദാൻ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. വാടക വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തമായി വീടില്ലാത്ത അദ്ദേഹത്തെ എല്ലാ സഹോദരന്മാരും ആത്മാർത്ഥമായി വേണ്ടുന്ന സഹായം. കുന്നംകുളം ചിറളയം HCCG UP സ്കൂൾ ശതാബ്ദിയോടനുബന്ധിച്ച് നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള ആദ്യ കൈത്താങ്ങ് സ്കൂളിൽ നടന്ന സമ്മേളനത്തിൽ നിന്ന്. അർഹരായവരുടെ വിവിധ ആവശ്യങ്ങൾക്കായി സമാഹരിക്കുന്ന തുക വിനിയോഗിക്കും. കുട്ടിക്കൊരു വീട്, പഠനോപകരണ വിതരണം, ചികിത്സാ സഹായം, ഓണം ക്രിസ്മസ് കിറ്റ്, നിർധന കുടുംബങ്ങൾക്ക് ധനസഹായം, ഡയാലിസിസ്, ആട് കോഴി തയ്യൽ മിഷൻ എന്നിവയുടെ വിതരണം, രക്തദാനം തുടങ്ങിയവയാണ് ശതാബ്ദി നിറവിൽ സെന്റോ HCCയുടെ ഭാഗമായി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് വികാരി ഫാദർ ഡെയ്സൺ മുണ്ടോപുറം നിർവഹിച്ചു. ആദ്യ സംഭാവന ഫിനാൻസ് കൺവീനർ പയസ് JBയിൽ നിന്ന് പ്രധാനാധ്യാപിക സിസ്റ്റർ അൻസ ജോസ് ഏറ്റുവാങ്ങി. എൻ്റെ സമ്പാദ്യം എൻ്റെ വിദ്യാലയത്തിലേക്ക് എന്ന പദ്ധതിയുമായി വിദ്യാർത്ഥികൾ അവരുടെ സമ്പാദ്യ കുടുക്ക വിദ്യാലയത്തിലേക്ക് സമർപ്പിച്ചു. ശതാബ്ദി ആഘോഷ കമ്മിറ്റി ചെയർമാൻ CK സദാനന്ദൻ മാസ്റ്റർ ജീവകാരുണ്യ പ്രൊജക്ട് വിശദീകരിച്ചു. പ്രധാനാധ്യാപിക സിസ്റ്റർ അൻസ ജോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ലോക്കൽ മാനേജർ സിസ്റ്റർ ആൻജോ CMC, CO ബിജു, ജോളി IP എന്നിവർ സംസാരിച്ചു. PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, രക്ഷിതാക്കൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. PTA പ്രസിഡന്റ് ജാസിൻ P. ജോബ് സ്വാഗതവും CC ടീച്ചർ നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ് കുന്നംകുളം. ചാലിശ്ശേരി 7-ാം വാർഡ് കാരത്ത് കാട്ടുപന്നികളുടെ ശല്യം രൂക്ഷമാകുന്നു. പകൽ സമയങ്ങളിലും പന്നികൾ കൂട്ടത്തോടെ ഇറങ്ങുന്നത് പതിവായിരിക്കുകയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ MC മാത്തിക്കുട്ടിയുടെ 2.5 ഏക്കർ സ്ഥലത്ത് 100ഓളം കുലച്ച വാഴകളാണ് രാത്രിയിൽ കാട്ടുപന്നികൾ നശിപ്പിച്ചത്. സമീപത്തെ വിവിധ തോട്ടങ്ങളിലും പന്നികളുടെ ശല്യം രൂക്ഷമാണ്. പന്നികളെ പിടികൂടുവാൻ അടിയന്തര നടപടികൾ വേണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. മാർച്ച് മാസാദ്യം ചാലിശ്ശേരി പഞ്ചായത്തിലെ 3-ാം വാർഡ് കിഴക്കേ പട്ടിശ്ശേരിയിൽ പൊതുജനത്തിനും കർഷകർക്കും ഭീഷണിയായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നിരുന്നു. കൃഷിനാശം വർദ്ധിച്ചതോടെയാണ് കർഷകർ കാട്ടുപന്നികളെ പിടികൂടുവാൻ അധികാരികളുടെ സഹായം തേടിയത്. പെരിന്തൽമണ്ണ സ്വദേശി വേട്ടക്കാരൻ അലിയുടെ നേതൃത്വത്തിലാണ് അന്ന് 15ഓളം പേരടങ്ങുന്ന സംഘം കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നത്. കുന്നംകുളം തക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് പ്രശസ്ത സിനിമാ താരവും നർത്തകിയുമായ ലക്ഷ്മി ഗോപാലസ്വാമി അവതരിപ്പിച്ച നൃത്താവതരണം ആസ്വാദകരുടെ മനം നിറച്ചു. ക്ഷേത്രത്തിൽ ഉത്സവബലി ദിവസമായ വെള്ളിയാഴ്ച ക്ഷേത്രസന്നിധിയിൽ ഹൃദയഹാരിയായ ഭാവഗാനങ്ങൾക്കൊപ്പം ലക്ഷ്മി ഗോപാലസ്വാമിയുടെയും തേജോമയി സംഘത്തിന്റെയും നടനചാരുത പെയ്തിറങ്ങി. വൈകിട്ട് 6 മണിയോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ലക്ഷ്മി ഗോപാലസ്വാമിയെ പ്രസിഡന്റ് KK സുബിദാസ്, സെക്രട്ടറി സുനീഷ് ഐനപ്പുള്ളി എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനു ശേഷം ലക്ഷ്മി ഗോപാലസ്വാമി വേദിയിലേക്ക് പ്രവേശിച്ചു. വൈകിട്ട് 7 മണിയോടെ ലക്ഷ്മി ഗോപാലസ്വാമിയും തേജോമയി നൃത്തസംഘത്തിലെ 6 കലാപ്രതിഭകളും ചേർന്ന് ഗണപതി സ്തുതിയോടെ നൃത്തം ആരംഭിച്ചു. ആയിരങ്ങളാണ് നൃത്തം കാണുവാനായി ക്ഷേത്രനഗരിയിലേക്ക് ഒഴുകിയെത്തിയത്.
മനോഹരമായി ചിട്ടപ്പെടുത്തിയ നൃത്തച്ചുവടുകൾക്കൊപ്പം മികവാർന്ന ലേറ്റൻ സൗണ്ടും കൂടി ചേർന്നതോടെ നൃത്തവിരുന്ന് കാഴ്ചക്കാർക്ക് ഹൃദ്യാനുഭവമായി. CCTV ന്യൂസ് കുന്നംകുളം. AD 140 നിർമ്മിച്ച മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ പടിഞ്ഞാറ് ഭാഗത്തു നിന്നുള്ള പ്രവേശന കവാടത്തിന്റെ നവീകരണം പൂർത്തീകരിച്ച് വെഞ്ചിരിപ്പ് കർമ്മം നടത്തി. വെഞ്ചിരിപ്പ് കർമ്മത്തിന് ഫൊറോന വികാരി ഫാദർ ഷാജു ഊക്കൻ കാർമ്മികനായി. ആദ്യകാലത്ത് പള്ളിയുടെ പ്രധാന പ്രവേശന മാർഗമായിരുന്ന മുൻഭാഗത്തെ കവാടം വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് നവീകരിച്ചത്. സഹവികാരി ഫാദർ ജോയൽ ചിറമൽ തിരുകർമ്മങ്ങൾക്ക് സഹകാർമ്മികനായി. കൈക്കാരന്മാരായ KF സൈമൺ, KL ജോൺസൺ, PA വർഗീസ്, KR ജിൻസൺ, ഇടവക വിശ്വാസികൾ ഉൾപ്പെടെയുള്ളവരും നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച കവാടത്തിന്റെ വെഞ്ചിരിപ്പ് കർമ്മത്തിൽ സംബന്ധിച്ചു. വാടക വീട്ടിൽ നിന്ന് എന്റെ വീട്ടിലേക്ക് മാറി താമസിക്കുന്ന സന്തോഷത്തിലാണ് ചാലിശ്ശേരി പുലിക്കോട്ടിൽ അനീന വർഗീസും കുടുംബവും. കൊച്ചൌസേബ് ചിറ്റിലപ്പള്ളി നേതൃത്വം നൽകുന്ന ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ മാതൃഭൂമിയുമായി ചേർന്ന് നടപ്പാക്കുന്ന എന്റെ വീട് പദ്ധതിയിൽ ചാലിശ്ശേരി 7-ാം വാർഡിൽ കാരാത്ത് നിർമ്മിച്ച പുതിയ വീട്ടിലേക്കാണ് അനീനയും കുടുംബവും താമസം മാറുന്നത്. നമുക്കറിയാം, ഒരു വീട് എന്ന് പറയുന്നത് ഏതൊരു കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സ്വപ്നമാണ്, ഏറ്റവും വലിയ ആഗ്രഹമാണ്. നമ്മുടെ മക്കൾക്ക് സുരക്ഷിതമായിട്ട് ജീവിക്കാനും അവർക്ക് സുഖമായി സന്തോഷമായിട്ട് ഇരുന്ന് പഠിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക എന്ന് പറയുന്നത് ഇത്രയും കാലം വാടക വീട്ടിൽ താമസിച്ചിരുന്ന ഈ കുടുംബത്തിന് ഇപ്പോൾ സ്വന്തമായിട്ട് ഒരു വീട് സാധ്യമായിരിക്കുകയാണ്. കൂലിവേല ചെയ്തുവരുന്ന ഭർത്താവ് വർഗീസിന്റെ വരുമാനം മാത്രമായിരുന്നു കുടുംബത്തിന്റെ ആശ്രയം. 2 പെൺകുട്ടികളും അടങ്ങുന്ന കുടുംബം കഴിഞ്ഞ 10 വർഷത്തോളമായി വിവിധ വാടക വീടുകളിലായിരുന്നു താമസം. ദിവസവേതനത്തിന് തൊഴിലെടുക്കുന്ന വർഗീസിനും കുടുംബത്തിനും സ്വന്തമായി വീടെന്ന സ്വപ്നം സാധ്യമാക്കിയതിൽ മാതൃഭൂമിയെയും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനെയും അഭിനന്ദിക്കുന്നതായി താക്കോൽ കൈമാറ്റം നടത്തിയ ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ പറഞ്ഞു. പള്ളിയിൽ നിന്നും അനുവദിച്ച 5 സെന്റ് ഭൂമിയിലാണ് 450 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീട് നിർമ്മിച്ചത്. വീട് പൂർത്തീകരിക്കാൻ പള്ളിക്കാരുടെയും മറ്റും സഹായമുണ്ടായതായും വർഗീസ് പറഞ്ഞു. വീട്ടിൽ നടന്ന ചടങ്ങിൽ മാതൃഭൂമി പാലക്കാട് യൂണിറ്റ് മാനേജർ N സുസ്മിത അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, പഞ്ചായത്ത് അംഗം PV രജീഷ് കുമാർ, മാതൃഭൂമി മീഡിയ സൊല്യൂഷൻസ് പ്രിന്റ് മാനേജർ സുഹാസ് സത്യൻ, മാധ്യമപ്രവർത്തകൻ AC ഗീവർ, പഞ്ചായത്ത് കോർഡിനേറ്റർ പ്രദീപ് ചെറുവാശ്ശേരി, അർച്ചന എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ് പെരുമ്പിലാവ്. കടങ്ങോട് ഉണ്ണിമിശിഹ ദേവാലയത്തിൽ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് നിർമ്മിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഗ്രോട്ടോയുടെ ശിലാസ്ഥാപനം നടന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. കടങ്ങോട് ഇടവക വികാരി ഫാദർ സിൻഡോ പൊന്തേക്കൻ സഹകാർമ്മികനായി. ജനറൽ കൺവീനർ ബിൻഡോ ചൊവ്വല്ലൂർ, കൈക്കാരന്മാരായ PV ജോൺസൺ, ബിജു ചിറ്റിലപ്പള്ളി, VV ജോൺസൺ എന്നിവരും ഇടവക അംഗങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിൽ കാൽനട തീർത്ഥയാത്രകൾക്ക് സ്വീകരണം നൽകി. ഓർമ്മ പെരുന്നാൾ നാളെ ആഘോഷിക്കും. ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിൽ പരിശുദ്ധനായ മോർ ഒസ്താത്തിയോസ് ലീബാ ബാവയുടെ 94ാമത് ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് കാൽനട തീർത്ഥയാത്രകൾക്ക് സ്വീകരണം നൽകി. പെരുന്നാൾ തലേദിവസമായ ശനിയാഴ്ച പുലർച്ചെ 3-ന് ചേലക്കര സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നിന്ന് കാൽനട തീർത്ഥയാത്ര ആരംഭിച്ചു. ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിൽ രാവിലെ 6:30-ന് വിശുദ്ധ അഞ്ചിന്മേൽ കുർബാന നടന്നു. ഉച്ചയ്ക്ക് 1:30-ന് ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി പള്ളിയിൽ നിന്ന് കാൽനട തീർത്ഥയാത്ര ആരംഭിച്ചു. ഉച്ചതിരിഞ്ഞ് 3:30-ന് അഗതിയൂർ സെന്റ് ജോർജ് സിറിയൻ സിംഹാസന ചാപ്പലിൽ നിന്ന് തീർത്ഥയാത്ര ആരംഭിച്ചു. വൈകിട്ട് 4-ന് കുന്നംകുളം വൈശ്ശേരി മോർ യൂലിയോസ് ഹാളിൽ നിന്ന് തീർത്ഥയാത്ര ആരംഭിച്ചു. പൊയ്ക്കാട്ടുശ്ശേരി, വടവുകോട്, ചേലക്കര, വൈശ്ശേരി, ചാലിശ്ശേരി, അഗതിയൂർ എന്നീ പള്ളികളിൽ നിന്നുള്ള തീർത്ഥയാത്രകൾ കുന്നംകുളം താഴത്തേപ്പാറയിലെ സെന്റ് തോമസ് സിറിയൻ സിംഹാസന ചാപ്പലിൽ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം 5:30-ന് സംയുക്തമായി ആർത്താറ്റ് സിംഹാസന പള്ളിയിൽ എത്തിച്ചേർന്നു. കോട്ടയം ഭദ്രാസന മെത്രാപ്പോലിത്ത തോമസ് മോർ തിമോത്തിയോസ് തിരുമേനിയും സിംഹാസന പള്ളികളുടെ മെത്രാപ്പോലിത്ത മോർ ദിയോക്കോറോസ് കുര്യാക്കോസ് തിരുമേനിയും ചേർന്ന തീർത്ഥയാത്രകൾക്ക് സ്വീകരണം നൽകി. തുടർന്ന് സന്ധ്യാപ്രാർത്ഥന, കബറിങ്കൽ ധൂപപ്രാർത്ഥന, പ്രദക്ഷിണം, അനുസ്മരണ സമ്മേളനം, അവാർഡ് വിതരണം, അത്താഴഊട്ടും ഉണ്ടായി. പരിശുദ്ധനായ മോർ ഒസ്താത്തിയോസ് ലീബാ ബാവയുടെ 94ാമത് പെരുന്നാൾ 24-ാം തീയതി ഞായറാഴ്ച ആഘോഷിക്കും. വികാരി ഫാദർ ബാബു ജോസഫ്, സഹവികാരി ഫാദർ ജിബിൻ ചാക്കോ, ട്രസ്റ്റി ചാക്കോ ജോർജ് പനക്കൽ, കബറിങ്കൽ ട്രസ്റ്റി BI റെനി, സെക്രട്ടറി വർഗീസ് തറയിൽ, ജോയിന്റ് സെക്രട്ടറി ടെറിൻ വർഗീസ് തുടങ്ങിയവർ പെരുന്നാളിന് നേതൃത്വം നൽകും. CCTV ന്യൂസ് കുന്നംകുളം.
ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നിന്ന് ആർത്താറ്റ് സെന്റ് മേരീസ് സിംഹാസന പള്ളിയിലേക്ക് വടക്കൻ മേഖല കാൽനട തീർത്ഥയാത്ര നടത്തി. ശനിയാഴ്ച ഉച്ചയ്ക്ക് ഇടവക വികാരി ഫാദർ ഡിൽജോ ഏലിയാസ് കൂരൻ പ്രാർത്ഥന നടത്തി കാൽനട യാത്രയ്ക്ക് തുടക്കം കുറിച്ചു. അന്തോക്കിയ സിംഹാസന പ്രതിനിധിയായ സ്ലീബാമോർ ഒസ്താത്തിയോസ് ബാവയുടെ 94ാമത് ഓർമ്മ പെരുന്നാളിന്റെ ഭാഗമായിട്ടാണ് കുന്നംകുളം ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിലേക്ക് കാൽനട തീർത്ഥയാത്ര നടത്തിയത്. കല്ലുംപുറം കൊരട്ടിക്കര കുരിശുപള്ളി, അക്കിക്കാവ് TMVHS സ്കൂൾ, സെന്റ് മേരീസ് കോളേജ്, താഴത്തേപ്പാറ സെന്റ് തോമസ് ചാപ്പൽ എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം കാൽനട തീർത്ഥയാത്ര വൈകിട്ട് 5:30 ആർത്താറ്റ് കബറെങ്കിൽ എത്തിച്ചേർന്നു. ബാവയോടുള്ള അപേക്ഷാഗീതങ്ങൾ ചൊല്ലി നിരവധി വിശ്വാസികൾ കാൽനട യാത്രയിൽ പങ്കെടുത്തു. യാത്ര പോകുന്ന വഴികളിൽ വിശ്വാസികൾക്ക് ദാഹമകറ്റാൻ പഴങ്ങളും കുടിവെള്ള വിതരണവും നടത്തി. വികാരി ഡിൽജോ ഏലിയാസ് കൂരൻ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. CCTV ന്യൂസ് പെരുമ്പലാവ്. ആർത്താറ്റ് സെന്റ് മേരീസ് സിംഹാസന പള്ളിയിൽ ഖബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധ മോർ ഒസ്താത്തിയോസ് ലീബ ബാവയുടെ 94ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള അങ്കമാലി മേഖലാ തീർത്ഥയാത്രയ്ക്ക് പാറന്നൂർ സെന്റ് മേരീസ് സിറിയൻ സിംഹാസന ചാപ്പലിൽ സ്വീകരണമൊരുക്കി. വടുവക്കോട് സെന്റ് മേരീസ് പള്ളിയിൽ നിന്നും പൊയ്ക്കാട്ടുശ്ശേരി മോർ ബഹനാം പള്ളിയിൽ നിന്നുമുള്ള 300ഓളം വരുന്ന വിശ്വാസികൾ അണിനിരുന്ന തീർത്ഥയാത്രയ്ക്കാണ് ചാപ്പലിൽ സ്വീകരണമൊരുക്കിയത്. വടവക്കോട് നിന്ന് ബുധനാഴ്ച രാവിലെയും പൊയ്ക്കാട്ടുശ്ശേരിയിൽ നിന്ന് വ്യാഴാഴ്ച രാവിലെയും യാത്ര തിരിച്ച വിശ്വാസികളാണ് തീർത്ഥാടക സംഘത്തിലുണ്ടായിരുന്നത്. കത്തുന്ന മീനച്ചൂടിനെ വകവയ്ക്കാതെയാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ യാത്രയിൽ അണിനിരുന്നത്. വികാരി ഫാദർ സിജി മാത്യു, കൈസ്ഥാനി ലീസൻ തമ്പി, സെക്രട്ടറി ജോഫിൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കാൽനട തീർത്ഥാടകരെ സ്വീകരിച്ചത്. തുടർന്ന് ദേവാലയത്തിൽ ഒരുക്കിയ ഉച്ചഭക്ഷണം തീർത്ഥാടകർക്ക് വിതരണം ചെയ്തു. വിശ്രമത്തിന് ശേഷം 3 മണിയോടെ തീർത്ഥാടക സംഘം ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിലേക്ക് യാത്ര തിരിച്ചു. ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധനായ സ്ലീബാമോർ ഒസ്താത്തിയോസ് ബാവായുടെ 94ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് അങ്കമാലി മേഖലയിൽ നിന്നുള്ളതായ വടവുകോട്, പൊയ്ക്കാട്ടുശ്ശേരി തുടങ്ങിയതായ ആ ഭാഗത്തുള്ളതായ ദേവാലയങ്ങളിൽ നിന്ന് 3 ദിവസമായി കാൽനടയായി തീർത്ഥയാത്ര വരുന്ന തീർത്ഥയാത്രികരാണ് ഇന്ന് ഈ പാറന്നൂർ സെന്റ് മേരീസ് സിറിയൻ സിംഹാസന ചാപ്പലിൽ വന്ന് ഇരിക്കുന്നത്. തീർത്ഥാടനമായിട്ട് ആർത്താറ്റ് ബാവായുടെ കബറങ്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുക. എല്ലാ വർഷവും അവർ ഈ വെയിലും അതുപോലെ കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളെല്ലാം അവരേറ്റുകൊണ്ട് തീർത്ഥയാത്ര ആ ബാവയുടെ അനുഗ്രഹത്തിന് വേണ്ടി കടന്നു വരുന്നു എന്നുള്ളത് ഏറ്റവും അനുഗ്രഹപ്രദമാണ്. ഭിന്നശേഷിക്കാരുടെ ദേശീയ പാരാ ആംപ്യൂട്ടി ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്ത കേരള ടീം ക്യാപ്റ്റൻ പെരുവണ്ണൂർ സ്വദേശി BP ലിനിനെ കായിക മന്ത്രി V അബ്ദുറഹ്മാൻ അനുമോദിച്ചു. കഴിഞ്ഞ മാസം ഹരിയാനയിൽ നടന്ന 2ാമത് പാരാ ആംപ്യൂട്ടി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ മുന്നിൽ നിന്ന് നയിച്ചത് ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി BP ലിനിനായിരുന്നു. ചാമ്പ്യൻഷിപ്പിൽ 13 ഗോളടിച്ച് ഏറ്റവും കൂടുതൽ ഗോളടിച്ച് മികച്ച കളിക്കാരനായി. പാരാ ആംപ്യൂട്ടി ഫുട്ബോൾ ഇന്ത്യൻ ടീമിൽ ഇറാനിൽ നടന്ന ഏഷ്യൻ ആംപ്യൂട്ടി ചാമ്പ്യൻഷിപ്പിൽ മത്സരത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായി ഇന്ത്യയുടെ ജേഴ്സിയിൽ ബൂട്ടണിഞ്ഞിട്ടുണ്ട്. കൂറ്റനാട് വാവന്നൂരിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KP രാമചന്ദ്രൻ അധ്യക്ഷനായി. മുൻ MLA TP കുഞ്ഞുണ്ണി, തൃത്താല ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, സംസ്ഥാന ലൈബ്രറി കൌൺസിൽ അംഗം MK പ്രദീപ്, KP ശ്രീനിവാസൻ, TP മുഹമ്മദ്, M രഞ്ജിഷ, VP ഐദ്രു, TA കരീം എന്നിവർ സംസാരിച്ചു. ജീവിതം വെള്ളത്തിലായല്ലോ എന്ന് ചോദിച്ചാൽ ചങ്ങരംകുളം കാളച്ചാൽ സ്വദേശിയായ മാമ്പറ്റ അശോകൻ ചിരിക്കും. ജീവിതത്തിന്റെ ആഴങ്ങളിൽ പലവട്ടം മുങ്ങിപ്പോയിട്ടുണ്ടെങ്കിലും ജലാശയങ്ങളുടെ ആഴങ്ങൾ അശോകന് പച്ചവെള്ളം പോലെയാണ്. എത്ര സമയം വേണമെങ്കിലും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. അവിടെ കിടന്ന് അഭ്യാസങ്ങൾ കാണിക്കും.
പാട്ടുപാടും, ഭക്ഷണം കഴിക്കും. നാട്ടുകാരെ അങ്ങേയറ്റം വിസ്മയിപ്പിക്കുന്നതാണ് അശോകന്റെ വെള്ളത്തിലെ ജീവിതം. 70-ാം വയസ്സിലും കാഴ്ചക്കാരെ അമ്പരപ്പിക്കുന്ന പ്രകടനമാണ് അശോകൻ നടത്തുക. പാതി ഉറച്ച നീന്തൽ പാഠങ്ങളുമായി 15-ാമത്തെ വയസ്സിൽ BM കായലിൽ ഇറങ്ങിയ അശോകന് ജലദേവത നല്ലൊരു പാഠം ചൊല്ലിക്കൊടുത്തു. വശമില്ലാത്ത കാര്യം ചെയ്യരുത്. മുങ്ങിയും പൊങ്ങിയും ഒരുവിധം കരക്കെത്തിയ അശോകൻ ആ ജലപാഠം ഉൾക്കൊണ്ടു. മരണത്തെ മുഖാമുഖം കണ്ട ആ നിമിഷത്തിൽ എടുത്ത ശപഥമാണ് ഇന്നത്തെ അഭ്യാസിയിലേക്കുള്ള വഴിയൊരുക്കിയത്. അന്നു തുടങ്ങിയ നീന്തൽ പരിശീലനം പിന്നീട് ജലത്തിനു മുകളിലുള്ള പലവിധ അഭ്യാസ പാഠങ്ങളിലേക്ക് കടന്നു. മണിക്കൂറുകളോളം വെള്ളത്തിൽ ചെലവിട്ട് നേടിയെടുത്ത മെയ്വഴക്കം ഈ പ്രായത്തിലും അശോകൻ കൈവിട്ടില്ല. ഇപ്പോഴും എത്ര മണിക്കൂർ വേണമെങ്കിലും നിലയില്ലാത്ത വെള്ളത്തിൽ ചെലവഴിക്കും. പണ്ട് ജലദേവത ചൊല്ലിക്കൊടുത്ത പാഠം പുതിയ തലമുറയിലേക്ക് പകർത്താനും അശോകൻ മുന്നിലുണ്ട്. നീന്തൽ വശമില്ലാത്തവർ ആഴമുള്ള വെള്ളത്തിൽ ഇറങ്ങരുതെന്ന് അശോകൻ ഉപദേശിക്കും. അത് നല്ലൊരു കാര്യമാണ്. മരണത്തിൽ രക്ഷപ്പെടാൻ ഈ വെള്ളത്തിന് തൽക്കാലം നീന്തി രക്ഷപ്പെടാനുള്ളൊരു വകുപ്പാണ്. ഞാനത് പൈസ മോഹിക്കാറില്ല, ഫ്രീ അലൗഡായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ കുറേ ആൾക്ക് പഠിപ്പിച്ചു കൊടുത്ത്, അതേമാതിരി ഞാൻ പ്രോഗ്രാം കണ്ടിട്ട് കുറേ ആൾക്കാർ നീന്തൽ പഠിച്ച് റബ്ബർ ട്യൂബ് ഇട്ടിട്ടും അങ്ങനെ മരണത്തിന് രക്ഷപ്പെട്ട്. പിന്നെ വലിയ കുളങ്ങളിൽ വെച്ച് അതിമോഹം കാണിച്ചിട്ട് ചാടരുത്, അപ്പോൾ മരിക്കും. അതും ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യം നീന്തൽ പഠിക്കുക, എന്നിട്ട് ഇങ്ങനെ അഭ്യാസങ്ങളും പഠിക്കുക. പിന്നെ പല വിദേശ രാജ്യത്ത് പോയിട്ട് വന്നുള്ള ആളാണ് ഞാൻ. ബഹ്റൈനിൽ സ്വിമ്മിംഗ് പൂളിൽ കിടന്നിട്ട് പഠിച്ചാണ്. അങ്ങനെ ബഹ്റൈനിൽ ഒരുവിധം സ്വിമ്മിംഗ് പൂളൊക്കെ എൻ്റെ നിർമ്മാണ ജോലി ഞങ്ങൾ ഏറ്റെടുത്ത് കൊറിയ കമ്പനി അവിടെയും കുറേ കാലം പഠിച്ച് അതേമാതിരി അവിടെ സ്വിമ്മിംഗ് പൂളിൽ നടത്തിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് നീന്തൽ പാഠങ്ങൾ പകർന്നു നൽകാൻ ഇന്നും ഇദ്ദേഹം തയ്യാറാണ്. അനേകം പേർ ഇതിനകം അശോകന്റെ കരങ്ങളിൽ പൊങ്ങിക്കിടന്ന നീന്തൽ അഭ്യസിച്ചിട്ടുണ്ട്. ഒരു നയാ പൈസ പ്രതിഫലം വാങ്ങാതെയാണ് ഈ അറിവ് പകർന്നു നൽകുന്നത്. ചിരിക്കുവാൻ മോഹമുണ്ടെങ്കിലും ഒട്ടിക്കരയിക്കും ജീവിതം. ആശിച്ച വേഷങ്ങളാടാൻ കഴിയാത്ത നാടകമാണെന്നു ജീവിതം. CCTV ന്യൂസ്, പെരുമ്പില. തൃത്താല ഉപജില്ലാ സംസ്കൃത അക്കാദമി കൌൺസിൽ യാത്രയയപ്പ് സമ്മേളനവും അനുമോദനവും തൃത്താല BRCയിൽ നടന്നു. തൃത്താല BPC പ്രസാദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കാലടി സംസ്കൃത സർവകലാശാല റിട്ടയേർഡ് പ്രൊഫസർ CM നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. വിജയൻ V. പട്ടാമ്പി, ഡോക്ടർ ശ്രീദേവി എന്നിവർ പങ്കെടുത്തു. വിരമിക്കുന്ന അധ്യാപകരായ AO സിദ്ദിഖ്, ജയശ്രീ, സുഷമ എന്നിവരെ ആദരിച്ചു. സംസ്ഥാന കലോത്സവത്തിൽ സമ്മാനം നേടിയവരെ V. ജയൻ മാസ്റ്റർ ആദരിച്ചു. ഡോക്ടർ സുദർശി സ്വാഗതവും സിന്ധു ടീച്ചർ നന്ദിയും പറഞ്ഞു. ദീർഘനാളത്തെ കാത്തിരിപ്പിനൊടുവിൽ പെരിയമ്പലം ബീച്ച് റോഡ് നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അർബൻ മിഷൻ ഫണ്ട് 73 ലക്ഷം രൂപ വിനിയോഗിച്ച് 823 മീറ്റർ നീളത്തിൽ BMBC നിലവാരത്തിലാണ് റോഡ് നിർമ്മാണം ആരംഭിക്കുന്നത്. 3 വർഷം മുമ്പാണ് പുന്നയൂർക്കുളം പഞ്ചായത്ത് പെരിയമ്പലം ബീച്ച് റോഡിന് ടാറിടാൻ 50 ലക്ഷം രൂപ അനുവദിച്ചത്. പൊതുമരാമത്ത് വകുപ്പിനായിരുന്നു നിർമ്മാണ ചുമതല. എന്നാൽ നിരവധി തവണ ടെൻഡർ വെച്ചിട്ടും പ്രവൃത്തി ഏറ്റെടുക്കാൻ കരാറുകാർ എത്താത്തതിനാൽ പദ്ധതി നടന്നില്ല. നിർമ്മാണ സാമഗ്രികൾക്ക് വില വർദ്ധിച്ചതിനാൽ എസ്റ്റിമേറ്റ് തുക വർദ്ധിപ്പിക്കണമെന്ന് മരാമത്ത് വകുപ്പ് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് തുക പഞ്ചായത്ത് വർദ്ധിപ്പിച്ചിട്ടും ടെൻഡർ എടുക്കാൻ ആരും എത്തിയില്ല. എസ്റ്റിമേറ്റ് തുകയിലെ വർധനവും മരാമത്ത് വകുപ്പിനുള്ള സെൻഡിംഗ് ചാർജ് പഞ്ചായത്തിനോടടയ്ക്കാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അടയ്ക്കാൻ വൈകിയതാണ് പിന്നീടുണ്ടായ പ്രശ്നം. പിന്നീട് കഴിഞ്ഞ നവംബറിലാണ് പഞ്ചായത്ത് അധിക നിരക്ക് അടച്ചത്. 823 മീറ്റർ നീളത്തിനിടയ്ക്ക് ഒരു കൾവെർട്ട് ഉണ്ടായിരുന്നെങ്കിലും ഇതിനുള്ള തുക എസ്റ്റിമേറ്റിൽ ഉൾക്കൊള്ളിക്കാത്തതിനാൽ വാർഡ് മെമ്പർ ഇടപെട്ട് 7 ലക്ഷം രൂപ ചെലവിൽ പഞ്ചായത്ത് കൾവെർട്ട് നിർമ്മാണവും അതിന് പരിസരത്ത് കാനയും നിർമ്മിച്ചിരുന്നു. 100 കണക്കിന് സന്ദർശകർ എത്തുന്ന പെരിയമ്പലം റോഡ് പൊളിഞ്ഞതിനാൽ ഇവിടേക്ക് ആളുകൾക്ക് എത്തിച്ചേരാൻ വലിയ ബുദ്ധിമുട്ടാണുണ്ടാകുന്നത്. സന്ദർശകരുടെ വരവിൽ ഇതോടെ ഗണ്യമായ കുറവുണ്ടായി. ഇത് ഇവിടത്തെ ചെറുകിട വ്യാപാരികളുടെ കച്ചവടത്തെയും ബാധിച്ചു. നിലവിൽ ഗതാഗതം പൂർണ്ണമായും അടച്ചാണ് റോഡ് പണികൾ ആരംഭിച്ചിട്ടുള്ളത്. റോഡ് നവീകരണ പ്രവൃത്തി കഴിയുന്നതോടുകൂടി ബീച്ചിൽ സന്ദർശകരുടെ തിരക്ക് വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ. CCTV ന്യൂസ്, പുന്നയൂർക്കുളം.
പുന്നേർകുളം ഷിഫ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മഹലിലെ നിർധനരായ കുടുംബങ്ങൾക്ക് റമദാൻ കിറ്റ് വിതരണം ചെയ്തു. കോറോത്തയിൽ പള്ളി പരിസരത്ത് നടത്തിയ വിതരണ ചടങ്ങ് മഹല്ല് ഖത്തീബ് ജുനൈസ് സഖാഫി ഉദ്ഘാടനം ചെയ്തു. മൂത്തേടത്ത് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ഷംസു കാരാട്ടയിൽ, അബൂബക്കർ കുന്നംകാട്ടയിൽ, ഷുക്കൂർ കോറോത്തയിൽ, അഷ്റഫ് ഹാജി, മുസ്തഫ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഭക്ഷ്യധാന്യങ്ങൾ അടങ്ങിയ 100ഓളം കിറ്റുകളാണ് വിതരണം ചെയ്തത്. കേരള സാങ്കേതിക സർവകലാശാലയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണത്തിനും അതിനോടനുബന്ധിച്ചുള്ള ഗവേഷണങ്ങൾക്കും വേണ്ടി രൂപീകൃതമായ നാച്ചുറൽ റിസോഴ്സ് പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ദ്വിദിന പരിശീലനം തലക്കൂട്ടുകര വിദ്യ അക്കാദമി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ സംഘടിപ്പിച്ചു. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഡിവിഷണൽ മാനേജർ ടി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സജി CB അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ അരുൺ MN, RPF സ്റ്റേറ്റ് കോർഡിനേറ്റർ ദർശന S ബാബു, ഡയറക്ടർ ട്രീ ടാങ്ക് മുഹമ്മദ് ഫസീർ, റീജിയണൽ കോർഡിനേറ്റർ വിപിൻ കൃഷ്ണ, വിദ്യ NSS പ്രോഗ്രാം ഓഫീസർ ER രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. ഡോക്ടർ അരുൺ M, ഡോക്ടർ സുനീഷ് തുടങ്ങിയവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ തുറങ്കലിലടയ്ക്കാനുള്ള BJP സർക്കാരിന്റെ പകപോക്കൽ രാഷ്ട്രീയത്തിനെതിരെയും ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിലും പ്രതിഷേധിച്ച് CPIMന്റെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്. CPIMന്റെ നേതൃത്വത്തിൽ കണ്ടാണശ്ശേരിയിൽ പ്രകടനവും പ്രതിഷേധയോഗവും സംഘടിപ്പിച്ചു. പ്രകടനത്തിനു ശേഷം ബസ് സ്റ്റോപ്പ് പരിസരത്ത് നടന്ന പ്രതിഷേധയോഗം CPIM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം ഉഷ പ്രഭുകുമാർ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗവും കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ NS ധനൻ അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KK സതീശൻ, KG പ്രമോദ്, ലോക്കൽ കമ്മിറ്റി അംഗം MV സന്തോഷ് എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ വിനു ജോൺസൺ, PA മുസ്തഫ, AN സജീവൻ, TK കുമാരൻ, ജയന്തി ടീച്ചർ, ഷീബ ചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ ചിറ്റാറ്റുകരയിൽ പ്രകടനവും പ്രതിഷേധയോഗവും സംഘടിപ്പിച്ചു. ചിറ്റാറ്റുകര മേഖലയിലെ ബൂത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. പൂവത്തൂരിൽ നടന്ന പ്രതിഷേധയോഗം CPIM ചിറ്റാറ്റുകര ലോക്കൽ സെക്രട്ടറി PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. KB ബിജു അധ്യക്ഷനായി. RA അബ്ദുൾ ഹക്കീം, PM അബു, അശോകൻ മൂക്കോല എന്നിവർ സംസാരിച്ചു. CPIMന്റെ നേതൃത്വത്തിൽ കാട്ടേരി കാഞ്ഞിരക്കുറ്റിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. CPIM മണലൂർ ഏരിയ കമ്മിറ്റി അംഗം ആഷിഖ് വലിയകത്ത്, KS സതീശൻ, KD വിഷ്ണു, ഷിബു എന്നിവർ സംസാരിച്ചു. പുന്നേർകുളം കടിക്കാട് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കടിക്കാട് പരേതരായ പൂവത്ത് മാധവൻ വത്സല ദമ്പതികളുടെ മകൻ മനു എന്ന മനീഷാണ് മരിച്ചത്. 38 വയസ്സായിരുന്നു. പുഴിക്കളയിലെ കടയോട് ചേർന്നുള്ള ഷീറ്റ് അടിച്ച ഭാഗത്ത് തൂങ്ങി മരിച്ച നിലയിൽ വഴിയാത്രക്കാർ കാണുകയായിരുന്നു. നാട്ടുകാർ പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തി മേൽനടപടികൾ സ്വീകരിച്ചു. സംസ്കാരം നടത്തി. മഹേഷ്, നിഷ എന്നിവർ സഹോദരങ്ങളാണ്. ഇനി നവമാധ്യമ കാഴ്ച. കുഞ്ഞുങ്ങൾ തന്നെയാണ്. മൃഗങ്ങളുടെ കാര്യത്തിലും അത് വ്യത്യസ്തമല്ല. ആനക്കുട്ടികളാണെങ്കിലും കളിച്ചു ചിരിച്ച് കൂട്ടുകൂടുന്ന ദൃശ്യമാണ് ഇന്നത്തെ നവമാധ്യമ കാഴ്ചയിൽ. ദൃശ്യം നൽകിയിരിക്കുന്നത് കാട്ടകമ്പാലിൽ നിന്ന് സിജു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6085 രൂപ, പവന് 48,680 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 80 രൂപ. ചരമം. കടങ്ങോട് കിഴക്കുമുറി ആണ്ടിയത്ത് പരേതനായ അഹമ്മദിന്റെ മകൻ കുഞ്ഞീദു നിര്യാതനായി. 59 വയസ്സായിരുന്നു. മൈമുന ഭാര്യയാണ്. നൌഷിദ, നാഫില, നാജിയ എന്നിവർ മക്കളാണ്. ഖബറടക്കം നടത്തി. ചിറ്റണ്ട ഇടമന ഉണ്ണികൃഷ്ണൻ നായർ നിര്യാതനായി. 84 വയസ്സായിരുന്നു. ശാരദ ഭാര്യയാണ്. ശാന്തി, ശാലിനി എന്നിവർ മക്കളാണ്. സംസ്കാരം ഞായറാഴ്ച രാവിലെ 9-ന് ഷൊർണൂർ ശാന്തി തീരത്ത് നടക്കും. എരുമപ്പെട്ടി പാലക്കൽ നാരായണന്റെ ഭാര്യ സരസ്വതി നിര്യാതയായി. 73 വയസ്സായിരുന്നു. സംസ്കാരം നാളെ രാവിലെ 9-ന് നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചൂടുപിടിച്ച് തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗം. സ്ഥാനാർത്ഥികളുടെ പര്യടനം തുടരുന്നു. കൺവെൻഷനുകളും സജീവം. സർവേ റിപ്പോർട്ട് മാനിപ്പുലേറ്റഡ് ആണെന്ന് തൃശൂരിലെ UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ. കലാമണ്ഡലം സത്യഭാമയെ പോലെയുള്ള കലാകാരിയുടെ മനസ്സ് വികൃതമെന്നും മുരളീധരൻ. ചൂണ്ടലിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച പഴകിയ മാംസം പിടിച്ചെടുത്ത സ്ഥാപനം പൂട്ടി പഞ്ചായത്ത് അധികൃതർ സീൽ ചെയ്തു. ചൂണ്ടൽ ഗുരുവായൂർ റോഡിൽ ബസ് സ്റ്റോപ്പിന് സമീപം പ്രവർത്തിച്ചിരുന്ന ഹലാൽ മീറ്റ് സെന്റർ എന്ന സ്ഥാപനമാണ് പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വിഭാഗവും കുന്നംകുളം പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയെ തുടർന്ന് പൂട്ടി സീൽ ചെയ്തത്. ഇന്നോവ കാറിൽ കടത്തുകയായിരുന്ന 10 കിലോ കഞ്ചാവുമായി 6 പേർ പെരുമ്പടപ്പ് പോലീസിന്റെ പിടിയിലായി. അറസ്റ്റിലായവരെല്ലാം പെരുമ്പടപ്പ് അയിരൂർ സ്വദേശികൾ. വിശാഖപട്ടണത്ത് നിന്ന് പാലപ്പെട്ടി ഭാഗത്തേക്ക് വിതരണത്തിനായി കൊണ്ടുവന്ന കഞ്ചാവാണ് അന്വേഷണ സംഘം പിടികൂടിയത്. യേശുദേവൻ ജെറൂസലേം പ്രവേശനത്തിന്റെ അനുസ്മരിച്ച് ക്രൈസ്തവർ ഓശാന ആചരണത്തിനൊരുങ്ങി. ഓശാനയോടെ വലിയ നോമ്പിലെ വിശുദ്ധവാരത്തിലേക്ക് വിശ്വാസി സമൂഹം പ്രവേശിക്കും. ലാസറിനെ ഉയിർപ്പിച്ച ദിവസത്തെ അനുസ്മരിച്ച് ക്രൈസ്തവ കുടുംബങ്ങളിൽ കൊഴിക്കൊട്ട ശനി ആചരിച്ചു. അംഗപരിമിതിയുള്ള പെൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ സംഭവത്തിൽ പ്രതിക്കെതിരെ ട്രിപ്പിൾ ജീവപര്യന്തവും 10 വർഷം കഠിന തടവും 3,40,40,000 രൂപ പിഴയും ശിക്ഷ. കൈപ്രമ്പ് സ്വദേശി കോട്ടയിൽ വീട്ടിൽ 57 വയസ്സുള്ള പ്രേമനെയാണ് കോടതി ശിക്ഷിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.